ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നമ്മളെ നാട്ടിലൂടെ വരാൻ പോകുന്ന റോഡ്. കന്യാകുമാരി പോകുന്ന റോഡാണത്, തിരുവനന്തപുരത്തു നിന്നും. ഏതായാലും നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ. 18 മീറ്ററാണ് ഉയരം, ഏകദേശം 58 അടി വരും. ചൊവ്വാഴ്ച ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ തിരക്ക് എന്ന് പറഞ്ഞാൽ. അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. തൊട്ടരികത്തു നിന്നും അതുപോലെ തന്നെ ദൂരത്തു നിന്നൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു താജ്മഹലിൻ്റെ ഒരു സ്റ്റൈലാണ് നമുക്ക് പള്ളിക്ക് ഒരു തോന്നുന്നത്. സമസ്തൻ്റെ മുഖദ്ദസ് യാത്ര നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫക്രുദ്ദീൻ തങ്ങളെ നേതൃത്വത്തിൽ അവിടെ ദുആ ഒക്കെ നടക്കുന്നുണ്ട്. ശരി, ഓക്കെ, പോട്ടെ. പോയിട്ടാ. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് അയ്മല ടെമ്പിൾക്കാണ്. അയ്മല ടെമ്പിൾക്ക് ഏകദേശം കോവളം ബീച്ചിൽ നിന്ന് 8 കിലോമീറ്റർ 16 മിനിറ്റാണ്. കോവളം ബീച്ചിൻ്റെ കാഴ്ചകൾ അവസാനിച്ച് നമ്മളിനി പോകുന്നത് അയ്മല ശിവ ടെമ്പിൾക്കാണ്. അയ്മല ശിവ ടെമ്പിൾക്ക് കോവളത്ത് നിന്നും എത്ര ദൂരം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 കിലോമീറ്ററും 16 മിനിറ്റാണ് കാണിക്കുന്നത്. ഏതായിരുന്നാലും നമ്മളിതാ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും NH 66 കയറിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള റോഡാണ്. 4 വരി പാത. 4 വരി പാത ഒരു സൈഡിൽ തന്നെ ഡബിളും അതുപോലെ തന്നെ ട്രിപ്പിളൊക്കെ വരുന്നുണ്ട് സംടൈം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള റോഡ്. ചിലപ്പം ഈ ഒരു റോഡിനാണ് കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ നാട്ടിലൂടെ പോകുന്നത്. അപ്പോൾ വരാൻ പോകുന്ന NH 66 പുതുതായിട്ട് വരാൻ പോകുന്ന റോഡ്. ഏതായിരുന്നാലും അടിപൊളിയാണ്. ഏകദേശം ഒരു 16 മിനിറ്റോടെ നമുക്ക് എത്താൻ കഴിയും. നമ്മളിപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന NH 66 വർക്കെടുക്കുന്ന സമയത്തൊക്കെ ഈ സൈഡിലൊക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സർവീസ് റോഡൊക്കെ ഈ ഒരു കാണുന്ന രൂപത്തിൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നമ്മളെ നാട്ടിലൂടെ വരാൻ പോകുന്ന റോഡ്. കന്യാകുമാരി പോകുന്ന റോഡാണത്, തിരുവനന്തപുരത്തു നിന്നും. ഏതായാലും നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ. മുമ്പ് പ്രാവശ്യം നമ്മൾ ഈ റൂട്ടിലോട്ട് പോയിട്ടുണ്ട് കന്യാകുമാരിക്ക് പോയ സമയത്ത്. അപ്പോൾ അതാ സൈഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ പച്ചപ്പാണ് കാണുന്നത്. പുല്ല് ഓട്ടോമാറ്റിക് വന്നതാണോ അതോ പുല്ല് വെച്ചതെന്നൊന്നും അറിയില്ല. ഏതായിരുന്നാലും നമുക്ക് ഇനി പോകുള്ളത് ഇവിടുന്ന് U-ടേൺ അടിക്കണം. U-ടേൺ അവിടെ ഇല്ല, പക്ഷെ ബൈക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സൈഡിൽ കൂടെയാണ് പോകാനുള്ളൊരു ഗ്യാപ്പ് നോക്കുന്നുണ്ട്. U-ടേൺ ഇവിടെ അലോഡ് അല്ല. തിരിച്ചയക്കാൻ സർവീസ് റോഡ് കയറിയിട്ട് അടുത്തൊരു U-ടേൺ കട്ടിൽ പോയി U-ടേൺ അടിച്ചിട്ട് വേണം അപ്പുറം ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നാട്ടിലാണെങ്കിലുള്ള സിറ്റുവേഷന്. പിന്നെ ഒരു വണ്ടിയില്ലാത്തൊരു ഗ്യാപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാൻ പറ്റും ചെയ്യും. ഏതായാലും നമ്മൾ അയ്മല ശിവ ടെമ്പിളിലേക്കാണ് പോകുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ശിവ പ്രതിമ ഉള്ളതും ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ അതൊന്ന് കാണാം. തുടർന്ന് നമ്മൾ നേരെ ഭീമാ പള്ളിയിൽ പോകും. ഭീമാ പള്ളിയോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു പ്ലാനാണുള്ളത്. തിരുവനന്തപുരം ഇന്നത്തെ കാഴ്ച അവസാനിച്ച് നമ്മൾ തിരിച്ചയക്കാൻ വിഷ്ണുവിൻ്റെ വീട്ടിൽ പോയിട്ട് നാളെ മോർണിംഗോട് കൂടി നാട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. ഏതായാലും നമ്മളിതാ കുറഞ്ഞ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ലൊക്കേഷനിൽ എത്താൻ കഴിയും. അങ്ങനെ നമ്മളിതാ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കോവളം ബീച്ചിൽ പോയ അതേ റൂട്ട് തന്നെ ബീച്ച് ഭാഗത്താണ് ഈ ഒരു അയ്മല ശിവ ടെമ്പിൾ ഉള്ളത്. ശിവൻ്റെ പ്രതിമ അവിടെ കാണുന്നുണ്ട്. ശില്പം അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മൾ സേഫായിട്ടുള്ള പാർക്കിംഗ് നോക്കാം. മേൽഭാഗത്ത് പാർക്കിംഗ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫോളോ അപ്പ് ചെയ്ത് നമ്മളെന്താ ഈ ഒരു പറമ്പിൽ ഇടാൻ പറ്റും നോക്കാം. ഇവിടെ തന്നെ ഒരു പാർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. അതായിരുന്നാൽ നമുക്ക് നല്ലൊരു ഏരിയ നോക്കിയിട്ട് പാർക്ക് ചെയ്യാം. ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്യുന്ന ഇവിടെ തന്നെ. അതായത് നമ്മളെന്താ പാർക്ക് ചെയ്യാം. ഇതിന് വേണ്ടി പാർക്ക് ചെയ്ത് നമ്മളെന്താ പാർക്കിംഗ് ഏരിയയിൽ നേരെ കണ്ടോ. നേരെ സൈഡിൽ എന്ന് കഴിഞ്ഞാൽ അടിപൊളി ബീച്ചാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ ഐ ലവ് അയ്മല എഴുതിയിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. അകത്ത് കയറാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് എക്സിറ്റ് ആണ്. ദേവസ്വം ട്രസ്റ്റിൻ്റെ കീഴിലാണ് തീർത്തും ഈ ഒരു അയ്മല ശിവ ടെമ്പിൾ ഉള്ളത്. അതുകൊണ്ട് ട്രസ്റ്റിൽക്കായിട്ടുള്ളൊരു പണം നമ്മളോട് എൻട്രൻസിൽ കൊടുത്ത് ഏകദേശം 10-15 ആണ് കൊടുത്തത്. അതിലകത്ത് കയറിയിട്ടുണ്ട്. ശില്പത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. 18 മീറ്ററാണ് ഉയരം, ഏകദേശം 58 അടി വരും. ചൊവ്വാഴ്ച ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ തിരക്ക് എന്ന് പറഞ്ഞാൽ. അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻസ് നല്ല രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള സേഫായിട്ട് പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്മല ശിവ ക്ഷേത്രത്തിലെ ഉത്സവം വരുന്നത് ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് എല്ലാ വർഷവും വരാറ്.
തൊട്ട ബാക്കിൽ തന്നെ അറബിക്കടലാണ്. അടിപൊളി കാഴ്ചകൾ. അയ്മല ശിവ ടെമ്പിളിൻ്റെ അടുത്താണ്. എല്ലാ കാഴ്ചകളും നമ്മൾ കാണാൻ പറ്റി. നെക്സ്റ്റ് നമ്മൾ ഇനി പോകുന്നത് ഭീമാപള്ളി ലൊക്കേഷൻ വെച്ചാൽ പോകുന്നത്. ഏകദേശം 16 കിലോമീറ്റർ ഉണ്ട്. 25 മിനിറ്റ് 30 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ കഴിയും. അടിപൊളിയായിട്ടുള്ള ഹൈവേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ലൊക്കേഷനിലെത്തും. ഭീമാപള്ളി നമ്മൾ 1-2 തവണ പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പോയത് ഏകദേശം ഒരു 10 വർഷം മുന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. നമ്മളേതായാലും ലൊക്കേഷൻ നമ്മൾ വെച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഹൈവേയിൽ കയറിയിട്ടുണ്ട്. മുൻവശത്ത് കാണുന്നത് ടോളാണ്. ടോള് നമുക്ക് പ്രശ്നമില്ല, സൈഡിലൂടെ പോവാം. ഏകദേശം 90 രൂപയ്ക്ക് വരുന്നുണ്ട് കാറിനൊക്കെ ആയിട്ട് ചാർജസ്. ബൈക്കും ഓട്ടോ അത് പ്രശ്നമില്ല, നമുക്ക് ഈ ഒരു റോഡിലൂടെ പോകാൻ പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല. അതായിരുന്നാലും നമ്മളിതാ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഇനി പോകുന്നത് ലെഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നേരെ ഭീമാപള്ളിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മളിതാ ഭീമാപള്ളിൻ്റെ തൊട്ടരികിലെത്തി. ബാക്ക് സൈഡ് ഭാഗത്തുള്ള എൻട്രൻസ് ആണിത്. നമ്മൾ മുൻവശത്ത് വേറൊരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഏതാ എൻട്രൻസിലൂടെ കയറി നമുക്ക് അകത്തേക്ക് കയറാം. ഭീമാപള്ളിയുടെ കാഴ്ചകൾ കാണാം. അതേപോലെ നമ്മൾ നിസ്കരിച്ചിട്ടില്ല. നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ നേരെ തിരിച്ചേക്കാൻ വിഷ്ണുവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അതിന് മുന്നേ നമ്മൾ സിറ്റിയിൽ ഒന്നുകൂടെ പോയി നോക്കുന്നുണ്ട്. സിറ്റിയിൽ ലൈറ്റ് ഫുള്ളായിട്ട് കാണാൻ പറ്റിയില്ല. സ്ട്രീറ്റിൽ ലൈറ്റ് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. ഏതായിരുന്നാലും നമുക്ക് ജസ്റ്റ് സിറ്റി കവർ ചെയ്തിട്ട് നേരെ അവൻ്റെ തിരിച്ചു പോവാം. അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ. ഭീമാപള്ളീൻ്റെ കളറ് ചേഞ്ച് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വന്ന സമയത്തുള്ള കളറല്ല. ഏതായാലും അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ. തൊട്ടരികിലായിട്ട് നല്ല രീതിയിൽ തന്നെ ആളുകളുണ്ട്. ഏതായാലും നമുക്കിത് സേഫായിട്ട് പാർക്കിംഗ് നോക്കാം. പാർക്കിംഗ് മനുഷ്യതായി ഇടാം. അത്യാവശ്യം നല്ല സ്പേസിലുള്ള പാർക്കിംഗ് ഉണ്ട്. ബസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ലോങ്ങിൽ നിന്ന് വരുന്ന ടീമുകളൊക്കെ ഉണ്ട്. അങ്ങനെ മാഷാ അല്ലാഹ് നമ്മളിതാ ഭീമാപള്ളിയിലെത്തിയിട്ടുണ്ട്. ഭീമാപള്ളീൻ്റെ അകത്ത് പോയിട്ട് അകത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല വിശാലമായിട്ടുള്ള ഫ്രണ്ട് ഏരിയയിലുള്ള കാഴ്ചകളാണ്. നല്ല സ്പേസ് ഉണ്ട്. നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട്, 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇനി അകത്ത് പോയിട്ട് അകത്തുള്ള കാഴ്ചകൾ കാണാതെ വരി നമുക്ക് പള്ളി പോയി നിസ്കരിക്കണം. നിസ്കാരമൊക്കെ ഉണ്ട്. അസർ നിസ്കരിച്ചിട്ടില്ല, ഫസ്റ്റ് നിസ്കരിക്കാനുണ്ട്. ഏതായാലും മഗ്‌രിബോട് കൂടി നമുക്ക് ഇവിടെ നിന്ന് പോകുന്നുള്ള പ്ലാനിലാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഫോളോ ചെയ്യാം. അതിൻ്റെ പുറത്തൊക്കെ ഫുള്ള് ഷോപ്പുകളാണ്. ഇവിടെ നിന്ന് ഉറൂസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 15 ദിവസമായി എന്ന് പറഞ്ഞ്. ഡിസംബർ 15-ാം തീയതി ആയിരുന്നു. 15 മുതൽ 25 വരെ ഉണ്ടായിരുന്നു പറഞ്ഞ്. അപ്പോൾ അതാ ഈ ഒരു കാണുന്ന ഏരിയയിലായിരുന്നു സ്റ്റേജൊക്കെ പറഞ്ഞ്. ഭീമാപള്ളീനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ചരിത്രങ്ങളുണ്ട് കേട്ടോ. തൊട്ടരികത്തു നിന്നും അതുപോലെ തന്നെ ദൂരത്തു നിന്നൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു താജ്മഹലിൻ്റെ ഒരു സ്റ്റൈലാണ് നമുക്ക് പള്ളിക്ക് ഒരു തോന്നുന്നത്. എന്താ അറിയില്ല, നമുക്ക് തോന്നിയതാണ്. റാഷിദും ഷുഹൈബാണ്. അപ്പോൾ നമ്മൾ നീണ്ട 18 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ഭീമാപള്ളിയിലാണ് അവസാനിക്കുന്നത്. നമ്മളിപ്പോൾ 18 ദിവസത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് മാലിക് ദീനാർ പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പോൾ ഭീമാപള്ളിയിൽ അവസാനിപ്പിക്കാനുള്ളൊരു തീരുമാനമാണ്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം 2ാമത്തെ ദിവസമാണ്. നമ്മൾ ഏകദേശം കാഴ്ചകളെല്ലാം കണ്ട് ഇനി സിറ്റിയിലൊന്നും കൂടി പോയിട്ട് നമ്മൾ നേരെ നാട്ടിലേക്ക് നാളെ മോർണിംഗോട് കൂടി പോകാനുള്ള പ്ലാനാണ്. അതായത് ലാസ്റ്റ് സമയത്ത് നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള റാഷിദിനും ഷുഹൈബിനും കണ്ട് അവിടെ നിങ്ങളെന്തിനാണ് പോകുന്നത്? പള്ളി കാണാൻ? നമ്മൾ സൗണ്ടായിട്ട് വന്ന സമസ്തന്റെ എന്താണ് പരിപാടി? റാലി ഉണ്ടല്ലേ? പ്രകൃതിങ്ങളാണ് നേതൃത്വല്ലേ? അപ്പൊ ഇവിടുന്ന് മലപ്പുറത്തേക്ക് പോകണം. അങ്ങനെ 10 ദിവസം യാത്ര. നമ്മള് യാത്രക്കാൻ ഇറങ്ങിയത് വെറും 10-15 ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്ര ഉണ്ടാവും. ഓൾ കേരള അല്ലേ? ഒന്നും കേരളം മൊത്തത്തില്ലേ? കാസർഗോഡ്, കോഴിക്കോട്. നമ്മൾ പകുതി വരെ ഇവിടുന്ന് മലപ്പുറം വരെ ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതായിരുന്നാലും നമ്മളിപ്പോൾ കാസർഗോഡ് സ്റ്റാർട്ട് ചെയ്ത് തിരുവനന്തപുരം എൻ്റെ ചെയ്ത് ഇവർ പകുതിയേ ഉള്ളൂ. ഏതായാലും അവർ കാണാൻ പറ്റും. ഇന്നലെ നൈറ്റിൽ ഇറങ്ങി 15 മണിക്കൂർ യാത്ര കൊണ്ട് ഇവിടെ എത്തില്ല. 15 മണിക്കൂർ യാത്ര. അപ്പോൾ അതെല്ലാം അൽഹംദുലില്ലാ ഭീമാപള്ളിൻ്റെ മുന്നിലാണുള്ളത്. എന്താണ് ബസ്സിലാണ് അവിടെ വരുന്നത്? ഭീമാപള്ളിയിൽ ബസ്സായിട്ടില്ലേ? ഞാൻ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ അത്ര അങ്ങനെ ഓർമ്മയില്ല, കുറച്ച് കാലം മുന്നേ. ഏതായിരുന്നാലും അൽഹംദുലില്ലാ റാഹത്തായിട്ട് കാണാൻ പറ്റില്ല. എന്താ പറഞ്ഞ സംസാരിക്കണ്ട. നമ്മളെ യാത്ര എന്നത്തോടുകൂടി അവസാനിക്കും. 18 ദിവസത്തെ യാത്രയായിരുന്നു. അൽഹംദുലില്ലാ റാഹത്തായിട്ട് നമുക്ക് എത്താൻ പറ്റി. തീർച്ചയായിട്ടും ഇതേപോലൊക്കെ റൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഇനി അകത്തെ ഭാഗത്തേക്ക് പോവാം. പള്ളിൻ്റെ അകത്ത് പോകണം. അതുപോലെ തന്നെ ഭീമാ ഉമ്മാൻ്റെ അടുത്ത് ഒന്ന് പോകണം. അവിടെ മറവട്ട എടുക്കുന്ന പള്ളിൻ്റെ അകത്താണ്. ആദ്യമായിട്ട് നമുക്ക് നിസ്കരിക്കാനായിട്ട് പോകണം. ഫസ്റ്റ് ഒളൂക്ക് എടുത്ത് നിസ്കരിച്ചതിന് ശേഷം നമുക്ക് പോകുന്ന സമയത്ത് മക്ബറൻ്റെ ഭാഗത്തേക്ക് പോവാം. നല്ല അടിപൊളി സ്റ്റൈലൻ പള്ളിയാണ്, ഒരു രക്ഷയില്ലൊന്നും പറയാനില്ല.
ഫുള്ളൊരു കളർ തന്നെ കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയാണ്. അതിനോട് തൊട്ടരികിൽ വരുന്ന സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ്. ഏതായാലും നിസ്കരിച്ച് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. പള്ളിൻ്റെ അകത്തുനിന്നിപ്പോൾ ഹൗലിൻ്റെ ഭാഗമാണ്, പള്ളിൻ്റെ അകത്തെ ഭാഗമാണ് മിമ്പറും അതുപോലെ തന്നെ തുറന്നുള്ള സ്ഥലങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിസ്കാരമെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ഭീമ മൂമാൻ്റെ തൊട്ടരികിലേക്കാണ് പോകുന്നത്. പറയുന്ന ഭാഗത്താണ് സമസ്തൻ്റെ മുഖദ്ദസ് യാത്ര നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫക്രുദ്ദീൻ തങ്ങളെ നേതൃത്വത്തിൽ ഇതാ അവിടെ ദുആ ഒക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു കാണുന്ന ഭാഗത്താണ് ഭീമ മൂമ മറോട്ടി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ റൈഡിൻ്റെ അവസാന ദിവസം റൈഡ് നമുക്ക് മാലിക് സ്റ്റാർട്ട് ചെയ്ത്, അതുപോലെ തന്നെ ഭീമ പള്ളിയിൽ നമ്മൾ എൻഡ് ചെയ്ത് തിരുവനന്തപുരത്തുള്ള. അപ്പോൾ ഈ രീതിയിലേക്ക് തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. ഏകദേശം 10 ദിവസം പറഞ്ഞാൽ ഏകദേശം 18 ദിവസത്തോളം എടുത്ത് നമുക്ക് നാളെ രാവിലെ മോർണിംഗോട് കൂടി നാട്ടിലേക്ക് തിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ്. ഏതായിരുന്നാലും ഒരുപാട് ഫക്രുദ്ദീങ്ങളൊക്കെ കാണാൻ പറ്റി, നമ്മളെ ജലീൽ മുസ്ലിയാറൊക്കെ കാണാൻ പറ്റി, ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ രീതിയിലേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാൻ. ഞാൻ ഒന്നുകൂടി സിറ്റിയിൽ പോകാനുണ്ട്, തിരുവനന്തപുരം സിറ്റിയിലെ ലൈറ്റ്സ് കുറച്ച് കാണാണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് അവിടുന്ന് മൈൻഡപ്പ് ചെയ്യാം. നമ്മൾ വീണ്ടും യാത്ര തിരുവനന്തപുരം സിറ്റിക്ക് പോന്നിട്ടുണ്ട്. സിറ്റി വൈകിട്ടൊക്കെ സമയങ്ങളായതോടുകൂടി നല്ല തിരക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ബാക്ക് ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തിരക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് സിറ്റിയിലേക്ക് എത്താൻ കഴിയും. നമ്മൾ ഇന്നലെ നൈറ്റിൽ വന്ന ഏരിയകളിലാണ് എല്ലായിടത്തും ലൈറ്റ് ഓഫാണ്, ലൈറ്റൊന്നും ഓണില്ല. ചിലപ്പം അതിൻ്റെ പെർമിഷൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, നിശ്ചിത നിശ്ചിത ഒരു സമയം കൊടുത്തിട്ടുണ്ടായിരിക്കും, ആ സമയത്തിനുള്ളിലായിട്ട് തീർത്തിട്ടുണ്ടായിരിക്കും. ഏതായാലും നമുക്ക് ഇനി നേരെ വിഷ്ണുവിൻ്റെ വീട്ടിൻ്റെ ഭാഗത്തേക്ക് പോവാതായിരിക്കും നമ്മുടെ ബെസ്റ്റ്. സിറ്റിയിലൊക്കെ നമ്മൾ പോയി, സിറ്റിയിലൊന്നും ഒരിടത്തും ലൈറ്റ് ഇല്ല, ടോട്ടലി എല്ലായിടത്തും ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിലുപരി നമ്മൾ ചർച്ചിലൊന്നും ഇല്ല, കഴിഞ്ഞിട്ടുള്ള നൈറ്റിൽ കണ്ട ചർച്ചിലൊന്നും ഇല്ല, മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. മൊത്തം പോലീസാണ്. എന്താ പറയുക, ചിലപ്പം മുഖ്യമന്ത്രി പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടായിരിക്കും ഈ ഒരു റൂട്ട് മൊത്തം പോലീസാണ്. അപ്പോൾ നമുക്ക് നേരെ തിരുവനന്തപുരത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കാൻ വേണ്ടി നേരെ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. വിഷ്ണുവിൻ്റെ വീട്ടിൽ പോയിട്ടാണ് നേരെ നമ്മൾ പോകുന്നത്. നേരെ നാളെ മോർണിംഗ് 2 മണിയോട് കൂടി നമ്മൾ നേരെ മലപ്പുറം ജില്ലയിലേക്ക് പോകും. നമ്മളെ വീട്ടിലേക്ക് വേണ്ടി പ്ലാനാണ്. പക്ഷേ നൈറ്റിലാകുമ്പോൾ റൈഡ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യുക, ബ്ലോക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ കാരണത്താലാണ് നമ്മൾ നെക്സ്റ്റ് നേരെ പോകുന്നത്. അപ്പോൾ ഗുഡ് മോർണിംഗ് തിരുവനന്തപുരം. നമ്മളെ യാത്ര അവസാനിച്ച് വിഷ്ണുവിൻ്റെ വീട്ടിൽ വീണ്ടും വന്ന് നമ്മൾ ഇന്നലെ നൈറ്റിൽ ഒന്ന് സ്റ്റേ ചെയ്തിപ്പോൾ മോർണിംഗിൽ 4 മണിയായി. 3 മണിക്കായിരുന്നു നമ്മൾ പോകാൻ കരുതിയിട്ടുണ്ട് തിരിച്ച് ബാക്ക് ടു ഹോം. അപ്പോൾ ഏതായാലും ഇപ്പോൾ 4 മണിയായിട്ടുണ്ട്, ഏകദേശം 1 മണിക്കൂറും കൂടി കൂടിപ്പോയി. നമ്മളിങ്ങനെ ചൂസ് ചെയ്യാൻ കാരണം വെച്ചാൽ മോർണിംഗിൽ തീരെ വണ്ടി ഉണ്ടാവില്ല, അത് കാരണത്താൽ ഇങ്ങനെ പെട്ടെന്ന് രാവിലെ ആക്കി പോകാൻ എത്തിയതാണ്. അപ്പോൾ ഏതായാലും നല്ല രീതിയിൽ തന്നെ ഉറങ്ങാൻ പറ്റി, ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വിഷ്ണു ഇവിടെ വരാം. വിഷ്ണു അടിപൊളിയായിട്ട് ഇങ്ങനെ ഉറങ്ങണ്ട. വിഷ്ണുവിൻ്റെ അമ്മനോട് അച്ഛനോടൊക്കെ നമ്മൾ രാത്രി യാത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബുദ്ധിമുട്ടാക്കണ്ട, ജസ്റ്റ് ലഗേജും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, എന്നിട്ട് അതേ ഡ്രസ്സ് ചെയ്തേ. അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോയി ചേഞ്ച് ചെയ്യാൻ നോക്കിയിട്ടാണ്. അപ്പോൾ വിഷ്ണു ശരി പോട്ടെ. ഡോറ വന്നു. 7 മണിക്കൂർ 46 മിനിറ്റാണ്. അങ്ങനെ മെല്ലെ ചായയെല്ലാം കുടിച്ച് സെറ്റായിട്ട് ഇങ്ങനെ പോട്ടെ. ശരി ശരി ഓക്കെ പോട്ടെ. പോയിട്ടാ. വിഷ്ണു അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും വന്ന് നമ്മൾ പോകുന്ന സമയത്ത് യാത്ര അയക്കാനായിട്ട് ഏകദേശം 4 മണിയാണ് സമയം പുലർച്ചെ. അപ്പോൾ ആ ഒരു സമയത്ത് അവർ നീറ്റ് വന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്തായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി 2 ദിവസം നമുക്ക് വിഷ്ണുവിൻ്റെ വീട്ടിൽ കഴിയാൻ പറ്റി. ഏതായാലും നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ് തിരുവിൻ്റെ ലൊക്കേഷൻ വെച്ച് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉള്ളത് വിഷ്ണു വീട്ടിൽ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കണ്ണിങ്ങനെ അടഞ്ഞു പോയി. അപ്പോൾ പെട്ടെന്ന് ചാടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. നല്ല തണുപ്പാണ്, അതാണ് ഇങ്ങനത്തെ പ്രശ്നം വരുന്നത്.
അപ്പോൾ തിരുവനന്തപുരം ജില്ല ലാസ്റ്റ് എൻ്റെ ആയിട്ടുള്ള ഒരു 5 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ കൊല്ലാണ്. കൊട്ടാരക്കര റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. ചരക്കാനായിട്ട് ഇറങ്ങിയതാണ് സെറ്റ്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യിക്കുക. നമ്മൾ നല്ല സിറ്റിയിൽ പോയി, അതുപോലെ തന്നെ ആയിട്ട് ഭീമാപ്പള്ളി പോയി. ഭീമാപ്പള്ളിൻ്റെ മുന്നോടിയായിട്ട് അയ്മല ടെമ്പിളിൽ പോയി. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമുക്കവിടെ വൈൻഡപ്പ് ചെയ്യിക്കുക. നെക്സ്റ്റ് നമുക്ക് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ബാക്ക് ടു ഹോമിലേക്കുള്ള തിരിച്ച് നാട്ടിലേക്കുള്ള യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. അതിനപ്പുറം നമുക്ക് കൊച്ചിയിൽ ചിലപ്പം ഇല്ല വാങ്ങിക്കൊടുക്കുന്നു. ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. എസ്പെഷ്യലി തിരുവനന്തപുരത്തെ ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ അമ്മ എല്ലാ ഫുഡും ഉണ്ടാക്കി തന്നെ. നൈറ്റിലൊക്കെ ഡിന്നറിനൊക്കെ 2 ടൈപ്പ് കറി, അതുപോലെ തന്നെ വെള്ളപ്പം, ദോശ, കപ്പ, അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. എനിക്കൊന്നുകൂടി ബെസ്റ്റ് തോന്നുന്ന നമ്മളിപ്പോൾ എപ്പോഴും ചിന്തിക്കൽ കോഴിക്കോട് ഭാഗത്ത് കണ്ണൂർ ഭാഗത്തൊക്കെ പോകുന്ന സമയത്തായിരിക്കും ഭയങ്കര ഫുഡിൻ്റെ നമ്മളെ ഫുഡ് കഴിക്കാൻ പറച്ചിലും ആ രീതിയിലൊക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇതേ നല്ല ബെസ്റ്റ് ക്യാരക്ടറായിട്ടുള്ള നല്ല സ്വഭാവമുള്ള ആളുകളുണ്ടെങ്കിൽ നല്ല അമ്മമാരുണ്ടാവും. ആ അമ്മമാർ മക്കളെ നോക്കുന്നത് പോലെ തന്നെ നോക്കും. അത്രയും നല്ല ഡീസൻറ്റിലാണ് പെരുമാറും. നല്ല സ്നേഹത്തോടു കൂടി നമുക്ക് അവരാ സ്നേഹം തന്ന് അതിലുപരി നല്ല ഫുഡായിരുന്നു. നല്ല കഴിക്കാനും ഇതിനൊക്കെ ആവശ്യമുള്ളത് എന്ത് വേണമെങ്കിൽ കഴിച്ചോ. നല്ല സ്നേഹവും അച്ഛനായാലും അമ്മയിലൊക്കെ. അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ, അമ്മ, എല്ലാവർക്കും താങ്ക് യു. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടായിരുന്നു നൈറ്റിൽ ഓൾറെഡി യാത്ര പറഞ്ഞു ഞാൻ രാവിലെ പോകട്ടാന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഡിലേ ആയ കാരണം ഉറക്കം ശരിയാവാത്ത കാരണത്താൽ ഉറക്കം ഒന്നും കൂടി ഉറങ്ങി 1 മണിക്കൂർ കൂടി ഇഷ്ടം ഉറങ്ങിയപ്പോൾ 4:30 ഇറങ്ങിയപ്പോൾ. അപ്പോൾ അവരെല്ലാവരും നീക്കേണ്ട സമയം. അപ്പോൾ പോകുന്ന സമയത്ത് അവർ നീക്കുന്ന സമയത്ത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവരെ കാണാൻ പറ്റി. അപ്പോൾ അവരെല്ലാവർക്കും ഒരു ടാറ്റൊക്കെ കൊടുത്ത് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഏതായാലും ഈ ഒരു എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യുന്നത് നമ്മൾ യാത്ര വീണ്ടും ആരംഭിക്കണം. തിരിച്ച് നാട്ടിലേക്ക് വരെയുള്ള യാത്ര വരെ ഉണ്ടായിരിക്കും എപ്പിസോഡായിട്ട്. സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്ന നെക്സ്റ്റ് പുതിയ എപ്പിസോഡിൽ കാണുന്ന വരെ ബൈ. അപ്പോൾ നമ്മളത് ആദ്യ ചായ നമ്മൾ പോകുന്ന റൈഡിൽ ആദ്യ ചായ പഠിച്ച് നമ്മളെ ബ്രോഗിന് താങ്ക് യു. കാണാം, എപ്പോഴും വെച്ച് കാണാം. പേരെന്താ പറഞ്ഞു? ഷംനാദ്. മാഷാ അല്ലാ. അപ്പോൾ എൻ്റെ പേര് സൽമാൻ തിരുവനന്തപുരം യൂട്യൂബിൽ. അപ്പോൾ തീർച്ചയായും കാണാം.